എന്നെ പോലെ കുറെ പേർക്ക് ഒരേപോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആരോടും നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുടക്ക് പറയാൻ പോണത് നമ്മുടെ പാരൻസ് അല്ലേ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനും ഒരു റീസൺ ഉണ്ട്. വീഡിയോന്റെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ ആൻഡ് ദിസ് ചാപ്റ്റർ 1, 2, 3 ഓഫ് സൈക്കോളജി ഓഫ് മണി, വിച്ച് ഇസ് നോ വൺ ഇസ് ക്രേസി, ലക്ക് ആൻഡ് റിസ്ക്, നെവർ ഇനഫ്. സൈക്കോളജി ഓഫ് മണി സത്യം പറഞ്ഞ ഒരു ഒന്നൊന്നര ബുക്കാണിത്. ഇത് എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബുക്കാണ്. ഇവിടെ ജീവിക്കാൻ എന്തായാലും പൈസ വേണം. പൈസനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ നല്ല മജപ്പനായിട്ട് ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ ഹൈപ്പിട്ട് പറയാണ്ട്, ഇത് എന്തായാലും മസ്റ്റ് വാച്ചാണ്. ഈ വീഡിയോ അല്ല, ഈ ഫുൾ ബുക്ക് ഞാൻ 1, 2, 3, 6 പാർട്ടാക്കിയിട്ട് ഈ ബുക്ക് ഞാൻ ഇടുന്നതായിരിക്കും. മൊത്തം കണ്ടിരിക്കണം. മസ്റ്റ് വാച്ച്. ഒരു പൈസനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യവും ഈ ബുക്കിലുണ്ട്. ഓക്കെ, സോ ചാപ്റ്റർ 1 നോ വൺ ഇസ് ക്രേസി അല്ല ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ചാപ്റ്റർ 2 ലക്ക് ആൻഡ് റിസ്ക്. ചാപ്റ്റർ 1 ഞാൻ പാരൻസിനെ പറ്റി പറഞ്ഞ ആ ടോപ്പിക് പറയുന്നത്. സോ അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. സോ ചാപ്റ്റർ 2 ലക്ക് ആൻഡ് റിസ്ക്. ഈ സക്സസ് എന്ന് പറയുന്ന സാധനം എല്ലാ സമയത്തും നമ്മുടെ സ്കിൽസ്, എക്സ്പീരിയൻസ്, നോളജ്, ഇൻ്റലിജൻസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമല്ല ഇരിക്കുന്നത്. സംടൈംസ് ഇറ്റ്സ് അബൌട്ട് ലക്ക് ആൻഡ് റിസ്ക്. ഈ ബുക്കിൽ ഈ ഒരു സ്റ്റോറി, അതായത് ശരിക്കും മറ്റേ ബിൽ ഗേറ്റ്സിന്റെ സ്റ്റോറി വെച്ചാൽ പറയുന്നത്. കാരണം ബിൽ ഗേറ്റ്സിന് കിട്ടിയ പോലത്തെ ലക്ക് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടായില്ല. അന്ധകാലത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടായില്ല. കാരണം ഈ കമ്പ്യൂട്ടർ, അതായത് കുറച്ച് റയറാണ് അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞാൽ. അത് സ്റ്റീവ് ജോബ്സ് പഠിച്ച ആ കോളേജിൽ ആ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം അയാൾ ഇപ്പം ഈ ലെവലിലേക്ക് എത്തി. പോരാത്തതിന് കെന്റ് ഇവാൻസ് എന്ന് പറഞ്ഞ ബിൽ ഗേറ്റ്സിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. മൂപ്പരും ബിൽ ഗേറ്റ്സിനെ പോലെ തന്നെ ഒരേപോലെ റിച്ച് ആയിട്ട് ടോപ്പ് ലെവലിൽ നിൽക്കേണ്ട ഒരാൾ തന്നെയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മരിച്ചുപോയി. സോ ഇപ്പൊ ബിൽ ഗേറ്റ്, അത് അയാളുടെ ഭാഗ്യമില്ലായ്മ എന്ന് പറയേണ്ടി വരും. സോ ബിൽ ഗേറ്റ്സ് ഇറ്റ്സ് 1 in a million ലക്കാണ് അയാൾ ആ ലെവലിലേക്ക് എത്താൻ. അതാണ് ഇതിൽ ചാപ്റ്ററിൽ പറയുന്നത്. ചാപ്റ്റർ 3 നെവർ ഇനഫ്. ചാപ്റ്ററിൽ പറയണ മറ്റേ തന്നെയാണ്, ഗ്രീഡി, ആക്രാന്തം, എത്ര കിട്ടിയാലും മതിയാവാത്ത അസുഖം. അതാണ് ഈ ബുക്കിൽ പറയുന്നത്, ഈ ചാപ്റ്ററിൽ പറയുന്നത്. അത് ഇപ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബട്ട് അതുള്ളവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങളാണ് ഈ ബുക്കിൽ പറയുന്നത്. രാജ് ഗുപ്ത, ബോൺ ഇൻ കൊൽക്കത്ത, അമേരിക്കയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ്മാൻ എന്ന് പറയേണ്ടി വരും. മൂപ്പർക്ക് ഇല്ലാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ്, കാറിന് കാറ്, ലക്ഷറി, പാൻറ്റിന് പാൻറ് ഉണ്ടായി, ഷർട്ടിന് ഷർട്ട് ഉണ്ടായി, അങ്ങനെ ഇല്ലാത്തതായിട്ട് ഒന്നും ഉണ്ടായില്ല. ബട്ട് അത് ഇൻസൈഡർ ട്രേഡിങ് ചെയ്തു. ഇൻസൈഡർ ട്രേഡിങ് എന്താണെന്ന് വെച്ചാൽ, ഇത് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് മാക്സിമം സിമ്പിളാക്കി പറഞ്ഞുതരാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനി ഇന്ന കാരണം കൊണ്ട് ഹൈക്ക് ചെയ്യാൻ പോണെന്നുള്ളൊരു ഇൻഫർമേഷൻ ആ കമ്പനിയിൽ നിന്ന് നമ്മ ഒരു സ്പൈ ഉണ്ടാവും. ആ സ്പൈ വഴി ആ ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, ആ ഇൻഫർമേഷൻ കിട്ടി അപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഹൈക്കിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയും റിട്ടേൺസ് കിട്ടും. മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് അത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു സർക്കിളിൽ ഒരു ക്രൈമാണ്. അത് മൂപ്പര് ചെയ്ത് 2 വർഷം ജയിലിൽ പോയി. സമ്പാദിച്ചതെല്ലാം പോയി. സോ അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഇതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടോ ആ പടം? ഇതാണ് ദ വുൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റ്, ജോർഡൻ ബെൽഫോർട്ടിൻ്റെ. ആ മൂവി ശരിക്കും കാണുന്നുണ്ട്. അയാൾ എത്രത്തോളം സമ്പാദിച്ച് അത് എത്ര പെട്ടെന്നത് ഇല്ലാണ്ടായിരുന്നു. അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്, നെവർ ഇനഫ്. സംടൈംസ് നമ്മൾ ഇനഫ് എന്ന് പറയണം. അത് നമ്മൾ ഇങ്ങനെ ഇനിയും വേണം എന്ന് പറയും തോറും നമ്മൾ തോൽക്കണ വരെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒന്നും ഇല്ലാണ്ടാവുന്നവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇനഫ് എന്ന് പറയണം ചില സമയത്ത്.
ഇനാഫിന്റെ ഇന പറയാൻ പോലും കയ്യിൽ 10 പൈസ ഇല്ല. ഇനി ചാപ്റ്റർ 1, നോ വൺ ഇസ് ക്രേസി. സംഭവം എത്രേ ഉള്ളൂ, ഒരാൾ പൈസ സമ്പാദിക്കുന്നത് അത് അയാളുടെ മാത്രം എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഒരാളുടെ പൈസ സമ്പാദിക്കുന്ന രീതി കണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ അതിൽ ആളല്ല. കാരണം അയാൾ കടന്നു വന്ന രീതിയും അയാളുടെ ബാക്ക് സ്റ്റോറീസ് ഒക്കെ അയാൾക്ക് മാത്രം അറിയുള്ളൂ. നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഒരു അവകാശവും ഇല്ല. ഓക്കെ, അത് ജസ്റ്റ് ലൈക്ക് എന്താണ്, നമുക്ക് എന്താണ് സ്റ്റാർട്ടപ്സും ബിസിനസ്സിലൊക്കെ താല്പര്യമുണ്ട്, വെറാസ് നമ്മുടെ പാരൻസിന് ഒരിക്കലും അത് സപ്പോർട്ടും ചെയ്യൂല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണം. അപ്പോൾ ലൈക്ക് 1970s ജനിച്ച് വളർന്ന ആൾക്കാർ, അതായത് നമ്മുടെ പാരൻസ് ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ആൾക്കാരാണ്. അന്നത്തെ കാലത്തുള്ള ആൾക്കാർ ബാങ്കിനെ ഒരിക്കലും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കൂല. കാരണം എന്താണ്, അന്നാണ് ഇൻഫ്ലേഷൻ വന്നിട്ട് എല്ലാവർക്കും നല്ല അടാറ് പണി കിട്ടിയത്. അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അന്ന് കടന്നുപോയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അവർക്കറിയാം. ഓക്കെ, പിന്നെ പോരാത്തതിന് ചിലപ്പോൾ അന്ന് ബിസിനസ് ചെയ്ത ആൾക്കാരുണ്ടാവും, ബിസിനസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ബിസിനസ് ചെയ്തവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാവും, ചെയ്യാത്തവർ ചെയ്തവരെ കണ്ടിട്ട് ആ കഷ്ടപ്പാടും ആ ബുദ്ധിമുട്ടുകളൊക്കെ കാണുകയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ മക്കൾക്ക് ഒരിക്കലും അങ്ങനത്തെ അവസ്ഥ വരരുതെന്ന് അവരാഗ്രഹിക്കും. അത് ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ എന്താണെന്നാ മറ്റേ ഒരു ബിടെക് ചായവാല, MBA ചായവാല, മറ്റേ ഡോളി, ഇവരൊക്കെയാണ് നമ്മളാണ്. പിന്നെ ഓയോ, ദ യങ്ങസ്റ്റ് ബില്യണിയർ ഇൻ ദ വേൾഡ്, പേര് ഞാൻ മറന്നുപോയി, ഓയോന്റെ ഓണർ. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറീസും നമ്മൾ കാണുന്ന വീഡിയോസൊക്കെ ഇതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ബിസിനസ്സിനോടുള്ള താല്പര്യം കൂടും. അത് നമ്മുടെയോ നമ്മുടെ പാരൻസിൻ്റെയോ പ്രശ്നമല്ല, ആ കാലഘട്ടം ആ സാഹചര്യങ്ങളുടെ പ്രശ്നം ഇതല്ല. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് വൺ ഓഫ് ദ 8 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. അതെന്തുകൊണ്ടാണ് അന്ന് അങ്ങനെയാണ് പറഞ്ഞതെന്നൊന്നും ഇപ്പോഴും കുറേ പേർക്കൊന്നും അറിഞ്ഞൂടാ. അതിനെപ്പറ്റിയാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിലൊക്കെ പറഞ്ഞു തന്നെ. സോ until then, I'm building something bigger. Stick around. Assalamu alaikum.